ഹലോ ഗായ്സ്, ഇന്നൊരു വെജ് ബിരിയാണി ആയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ഓൾ സ്പൈസസ് മുഴുവൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ സവാളയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. എന്നിട്ട് തക്കാളിയും മല്ലിയല്ല പുതിനല്ല എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ശേഷം ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, സോയ പിന്നെ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുളക് പൊടി, ഗരം മസാല, ബിരിയാണി മസാല ഇത് മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ തൈര്, കുറച്ച് ലെമൺ, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കറിൽ വിസിലിടാതെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. പച്ചക്കറികളൊക്കെ ഒരു ഹാഫ് വേവ് ആയതിനു ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 വിസിലടിക്കാൻ ഒന്ന് അനുവദിക്കുക. ശേഷം തുറന്ന് നോക്കുമ്പോണ്ടല്ലോ അടിപൊളി ബിരിയാണി റെഡിയാണ്. ചിക്കൻ ബിരിയാണി മാത്രം കഴിച്ചാൽ പോരല്ലോ, എന്തായാലും ഒന്ന് വെജ് ബിരിയാണി കൂടി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.